മനുഷ്യന്മാരെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സത്യങ്ങളും അറിയാമെന്ന് വിചാരിച്ച കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ട്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. നമ്മൾ രണ്ടുപേരും ഇത് സംസാരിക്കുന്ന സമയത്ത് അയാളുടെ കണ്ണിൽ നോക്കുന്നതിന് പകരം നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, അയാൾ സത്യമാണോ നുണയാണോ പറയുന്നതെന്നുള്ളത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും പറയാറ് കണ്ണിൽ നോക്കിയാൽ മതി മനസ്സിലാവും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ നിങ്ങൾ നെറ്റിയുടെ സെൻറ്ററിലോട്ടായിട്ട് നോക്കാൻ ശ്രമിക്കുക എന്നാണ് സൈക്കോളജി പ്രകാരം പറയുന്നത്. കുറച്ചും കൂടെ നെറ്റിയുടെ സെൻറ്ററിലോട്ടായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അയാളെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതൊരു ഇറിറ്റേഷൻ ആവും. അപ്പോൾ അയാൾക്കൊരു ടെൻഷൻ വരും, നമ്മൾ കള്ളം പറയാനുള്ള അയാൾ കണ്ടെത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ടെൻഷനൊക്കെ വരുമ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കലി കള്ളം പറയുന്നത് നിർത്തിയിട്ട് സത്യം പറയാനായിട്ട് തുടങ്ങുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇനി കണ്ണിൽ നോക്കി സംസാരിക്കുന്നതിന് വരെ നെറ്റിയിൽ നോക്കി സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കള്ളമാണോ നുണയാണോ പറയുന്നത് അല്ലെങ്കിൽ സത്യമാണോ പറയുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഒരാൾ നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തോന്നും അല്ലെ, അയാൾ എന്തായിരിക്കും നമ്മളെ മൈൻഡ് ചെയ്യാത്തത്, നമ്മൾ നല്ലോണം അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നുണ്ടല്ലോ, സംസാരിക്കുന്നുണ്ടല്ലോ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, പക്ഷെ അയാൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, എന്തായിരിക്കും? അപ്പോൾ ആ മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് കുറച്ചും കൂടെ മൈൻഡ് ആവുക, കൂടുതൽ സംസാരിക്കുക, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ത്വര നമ്മൾ കാണിക്കുക, നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ത്വര കാണിക്കുക. ഇങ്ങനെ ഒരു സ്വഭാവം ജനറലി നമ്മുടെ മനുഷ്യന്മാർക്കൊക്കെ ഉള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ മൈൻഡ് ആക്കുന്നില്ല, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, നമ്മളെ കൊണ്ട് മെയിൻ ആക്കിയാണല്ലോ, റീസൺ അറിയണമല്ലോ പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കും അല്ലേ. ഇത് സത്യത്തിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ തലച്ചോറ് ഇത്തരത്തിൽ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടൊരു അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഒരു വെല്ലുവിളിയായിട്ട് എടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വെല്ലുവിളി ഓവർകം ചെയ്യാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ തലച്ചോറ് ഇങ്ങനെ നമ്മളെ കൂടെ തോന്നിപ്പിക്കുന്നതാണെന്നാണ് പറയുന്നത്. ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു വെല്ലുവിളിയാണ്. അപ്പൊ ബ്രെയിൻ വിചാരിച്ച കാര്യം നടക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ ആക്ടിവിറ്റീസ് ബ്രെയിനിൽ നടക്കുന്നുണ്ട്. അതിലൂടെയാണ് നമ്മളും കുറെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് സൈക്കോളജി പറയുന്നത്. ലോകത്ത് 20 ലക്ഷത്തോളം ആളുകളെ നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണമാണ്, നല്ല റിലേഷൻഷിപ്പിനെ കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. എന്താന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നവരൊക്കെ ദീർഘായുസ് അവർക്കുണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് അവർക്ക് ഇരിക്കുന്നുണ്ട്, നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മരിച്ചു പോകുന്നുണ്ട്, പെട്ടെന്ന് ആയുസ് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്, ഒത്തിരി അസുഖങ്ങൾ കാണുന്നുണ്ട്, ഒട്ടും അൺഹെൽത്തി അല്ലാത്തൊരു ജീവിതമാണ് അവർ നയിക്കുന്നതെന്നാണ് സൈക്കോളജി കണ്ടെത്തിയിട്ടുള്ളത്. ചില ആൾക്കാരുണ്ട് എപ്പോഴും സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഓട്ടോമാറ്റിക്കലി മൂക്കിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ തൊടും അല്ലെ, മൂക്കിന്റെ അറ്റം ഇങ്ങനെ തൊട്ട് സംസാരിക്കുന്നവരുണ്ടാവും, എന്തായാലും മൂക്കിന്റെ തൊട്ട് സംസാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇത് ആക്ച്വലി അവർ പോലും അറിയുന്നില്ലെന്നാണ് പറയുന്നത്. അവരറിയാണ്ട് അവർ സബ് കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അവരൊരിക്കലും ഇത്രയും തവണ മൂക്കിൽ തൊടുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ടെന്നൊന്നും അവരറിയുന്നില്ല. അവരുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു, എന്നെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് വിചാരിക്കുന്നുണ്ടോ, എന്താണ് കാര്യം എന്നുള്ള ആ ഒരു ടെൻഷൻ കൊണ്ട് ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് ഈ മൂക്കി തൊട്ട് സംസാരിക്കുന്നത്. അല്ലാണ്ട് അവരൊരിക്കലും അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്യുന്നതല്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഈ കൊച്ചു കുട്ടികളെ കാണുമ്പോൾ, വളരെ ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടികളെ കാണുമ്പോഴൊക്കെ നമുക്ക് പിടിച്ചമർത്താനും ഇങ്ങനെ കവളൊക്കെ പിടിച്ച് ഇങ്ങനെ ഇതാക്കാനൊക്കെ തോന്നും അല്ലെ. അതുപോലെ തന്നെ കുഞ്ഞു പെറ്റിനൊക്കെ കാണുമ്പോൾ, പൂച്ചക്കുട്ടികളെ അല്ലെങ്കിൽ ഡോഗ്സിനൊക്കെ ഇതിനൊക്കെ കാണുമ്പോൾ നമുക്ക് പിടിച്ചിങ്ങനെ ഇതാക്കാനും അമർത്താനും പിടിക്കാനും തോന്നും. പാവക്കുട്ടികളെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നും. ഒരു ക്യൂട്ട്നെസ്സിന്റെ പുറത്താണ് നമുക്കിതൊക്കെ തോന്നുന്നത് അല്ലെ. ഇതിന് സൈക്കോളജി പ്രകാരം പറയുന്നത് ക്യൂട്ട്നെസ് അഗ്രഷൻ എന്നാണ്. അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിൽ ഈ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണുമ്പോൾ സന്തോഷം കൊണ്ട് നമ്മുടെ മനസ്സ് വല്ലാണ്ട് വീർപ്പ് മുട്ടുന്നുണ്ട് അത്ര. അപ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈൻഡ് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പിടിച്ച് അമർത്താനും അതൊക്കെ നമുക്ക് തോന്നിക്കുന്നതെന്നാണ് പറയുന്നത്. അടുത്തതാണ് വെയിറ്റർ റൂൾ. നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വെയിറ്ററെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അയാളടുത്ത് പെരുമാറുന്നത് എന്നതിനനുസരിച്ചിരിക്കും നമ്മൾ നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പിലെ അല്ലെങ്കിൽ എല്ലാ വ്യക്തികളെയും, പൊതുവേ ജനറലായിട്ട് ആളുകളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അത്തരത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ വെയിറ്റർ റൂൾ എന്ന് പറയുന്നത്. വെയിറ്റർ എങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, പെരുമാറുന്നത്, ബിഹേവ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും എല്ലാ ആളുകളെയും നമ്മൾ കാണുന്നത്.
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉറങ്ങാണ്ട് 11 ദിവസം മാത്രമാണ് ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഈ 11 ദിവസം കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ മരിച്ചു പോവാം, അയാളുടെ ഹെൽത്ത് ഭയങ്കര വീക്കായിരിക്കാം. ഓൾമോസ്റ്റ് ഈ ഒരു ദിവസം ഉറങ്ങാണ്ടായാൽ തന്നെ വീക്കായി തുടങ്ങും. അപ്പോൾ ജീവിച്ചിരിക്കുക, ഈ 11 ദിവസം ഉറങ്ങാണ്ടിരുന്നാൽ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 33% അയാളുടെ ജീവിതത്തിൽ അയാൾ ഉറങ്ങാനായിട്ടാണ് മാറ്റിവെക്കുന്നത്. ബാക്കി സമയമൊക്കെ യൂസ്ലെസ് ആണെന്നല്ല പറയുന്നത്. ഈ 33% ഉറങ്ങുന്നതുകൊണ്ട് അതിൽ നിന്നുള്ള എനർജി കിട്ടുന്നതുകൊണ്ടാണ് ബാക്കി ശതമാനവും നമ്മൾ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് കുറ്റബോധം തോന്നുന്ന വ്യക്തികൾക്ക്, തെറ്റുകളൊക്കെ ചെയ്ത് കുറ്റബോധം തോന്നുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് ബാക്കിയുള്ളവരുടെ ഇമോഷൻസും ഫീലിങ്സും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അവർക്ക് കുറച്ചുകൂടെ ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റുമത്രേ. ഇപ്പൊ മദർ ടങ് അല്ലാണ്ട് വേറെ ലാംഗ്വേജസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നവരുണ്ടായിരിക്കും. ഇപ്പൊ ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടാവും, തമിഴ് ഹാൻഡിൽ ഉള്ളവരുണ്ടായിരിക്കും. ഈ ഓരോ ലാംഗ്വേജിനനുസരിച്ചിട്ട് അവർ പോലും അറിയാണ്ട്, ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് അവർ പോലും അറിയാണ്ട് അവർ വേറൊരു പേഴ്സണായിട്ട് അല്ലെങ്കിൽ വേറൊരു പേഴ്സണൽ ബിഹേവിയർ അവരിലേക്ക് എത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. തമിഴ് സംസാരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിക്ക്. ഇപ്പോൾ ഈ തമിഴൊക്കെ സംസാരിക്കുന്ന സമയത്ത് പലരും പറയുന്നത് കേൾക്കാം, തമിഴ് സംസാരിക്കുമ്പോൾ നീ വേറെ ആളായി പോയി, അല്ലെങ്കിൽ വേറെ രീതിക്കാണ് നീ ഇരിക്കുന്നതെന്ന് പറയും. സത്യത്തിൽ ശരിയാ, നമ്മൾ വേറെ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ മാറുന്നതാണ് പറയുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.